നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, അതിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. ശരിക്കും യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസേ അല്ല. ഒന്ന് സാർക്കോപ്പീനിയ എന്ന് പറയും, അതായത് മസിലിൻ്റെ ബൾക്ക് കുറയുക. അത് പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം മാംസപേശികളുടെ നീളം കുറുകാൻ തുടങ്ങും. ഷോർട്ടനിങ് ഓഫ് മസിൽസ്. ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 4 വയസ്സുള്ളൊരു കുട്ടീനോട് പത്മാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കുട്ടി ഇരിക്കും. നേരെ മറിച്ച് 20, 30, 40, 50 വയസ്സ് കഴിയുമ്പോഴേക്ക് പിന്നെ തീരെ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റാണ്ടാവും. ഷോർട്ടനിങ് ഓഫ് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യലാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇനി 100 വയസ്സോ 120 വയസ്സായിട്ടുണ്ടെങ്കിൽ ശരി, അയാളുടെ ഫിസിക്കൽ ഇപ്പോൾ പ്രായമാവുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അതുതന്നെയാണ് അതിൻ്റെ ചുരുക്കം. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു യോഗാചാര്യനായിട്ടുള്ള ഡോക്ടർ ആത്മദേവ് സാറാണുള്ളത്. സാർ നമസ്തേ. നമസ്തേ സാർ. സാറിനോട് ഇപ്പോൾ സംസാരിച്ച വേളയിൽ സാറ് പറഞ്ഞു കേരളത്തിലെ ഏകദേശം മുഴുവൻ പഞ്ചായത്തുകളും ഇപ്പോൾ ഏകദേശം കയറി ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഇന്നാണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് മാറിയത്. ഇന്നൊരു ഹോട്ട് സബ്ജക്റ്റാണ് യോഗ എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു സാറ് ഇതിലേക്ക് വന്നതും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ശൈലി, ഇപ്പോൾ ജീവിതത്തിൽ എങ്ങനെ പോകുന്നു? വെരി ഗുഡ്. ഞാൻ യോഗ ട്രാക്കിലേക്ക് വരുന്നത് ബേസിക്കലി എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒരു ഓട്ടോബയോഗ്രാഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അത് ഒരു സ്വാമി യോഗാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അതൊരു 450 അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ അതൊരു ഫിലോസഫിയിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇന്ത്യയിൽ ആൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ, തമിഴിലുണ്ട് ഒരു യോഗീൻ സുയസരിതൈ എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം മദ്രാസിൽ വന്ന സമയത്ത് എൻ്റെ അച്ഛൻ അന്ന് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ പഠിക്കുക മദ്രാസിൽ, ചെന്നൈയിൽ. അന്ന് അദ്ദേഹം ചെന്നൈയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് ദീക്ഷ എടുത്ത ആളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെയാണ് അച്ഛൻ യോഗയിലേക്ക് വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു 10-11 വയസ്സുള്ളപ്പം തന്നെ യോഗാസനങ്ങൾ ഇതെല്ലാം ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ യോഗ ട്രാക്കിലേക്ക് വരുന്നത്. പിന്നെ ദാറ്റ് വാസ് ബിഗിനിങ്. അത് നൗ ഐ ആം അറ്റ് 78. ഇപ്പോഴും നമ്മൾ യോഗയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് യോഗയിൽ. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായിട്ട് വിദേശ രാജ്യങ്ങളും മുഴുവനായിട്ട് സാർ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തിൽ നിന്നാണ് പറയാം സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ പുറത്ത് ബോംബെ, ഡൽഹി ഇവിടെ എല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പുറത്തെടുത്തത് കാര്യമായിട്ട് മസ്കറ്റിലാണ്. ഒരു 45 ദിവസം മസ്കറ്റിലുണ്ടായിരുന്നു. അന്ന് ഒരുപാട് സംഘടനകൾ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് എന്താണ്? അതെന്തെങ്കിലും ഒരു മാസ്മരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ശക്തികൾ മനുഷ്യന് നൽകുന്നൊരു സബ്ജക്റ്റാണോ യോഗ എന്ന് പറയുന്നത്? വാസ്തവത്തിൽ യോഗയിൽ അങ്ങനെ രഹസ്യമായിട്ടൊന്നുമില്ല. ഫസ്റ്റ് തിങ്, അത് ശരിക്കൊരു മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളൊരു ടെക്നോളജി. അതാണ് വാസ്തവത്തിൽ യോഗ എന്ന് പറയുന്നത്. യോഗയുടെ ചരിത്രം പരിശോധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 10,000 കൊല്ലത്തെ ഹിസ്റ്ററി കിട്ടും. പക്ഷേ നമുക്കൊരു ഡോക്യുമെൻറ്റഡ് ഹിസ്റ്ററി, ഒരു 5,000 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് വി ഹാവ് ഡോക്യുമെൻ്ററി ഹിസ്റ്ററി ടു പ്രൂവ് യോഗ ഹാസ് ബീൻ ഇൻ വോഗ്. ഇതിൽ സ്വതവേ യോഗ എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ കരുതുന്നത് യോഗാസനങ്ങളെ പറ്റിയിട്ടാണ്. പിന്നെ കുറച്ച് പ്രാണായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസ്, ഇതായ യോഗയായിരുന്നു. ഇതൊന്നല്ല. ശരിക്കും യോഗ ആസനങ്ങൾ എന്ന് പറയുന്നത് യോഗയുടെ 1/8 ആയിട്ടുള്ളൂ. പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് സെനദർ 1/8. ബാക്കി 8-ൽ 6 ഭാഗം അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഷഡ്ക്രിയാസ് ഉണ്ട്, ബന്ധകളുണ്ട്, മുദ്രകളുണ്ട്, ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീൽഡ് യോഗയിലുണ്ട് ശരിക്കും. പക്ഷേ യോഗേൻ്റെ ഫുള്ളായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല യോഗ. അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ഭാരത പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം 2015 തൊട്ടിട്ടാണ് നമ്മളെ ഈ യോഗ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ. അതോടുകൂടിയിട്ടാണിത് ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ എത്തി. അതിപ്പോൾ 15 തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന, അത് മാത്രമല്ല ഓരോ കൊല്ലവും കഴിയുമ്പോഴും കൂടുതൽ പേര് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു നല്ല നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇതിലും നല്ല ഒരു മാർഗം വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ യോഗയുടെ കോർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അങ്ങ് പറഞ്ഞു മെഡിറ്റേഷൻ അല്ല, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടെക്നിക്കുകളല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് യോഗയുടെ കോർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? യോഗയുടെ കോർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ യോഗ എന്ന വേർഡ് ഉണ്ടായി വരുന്നത് ഒരു സംസ്കൃത വേർഡ് എന്നാണ്, യുജ് എന്നുള്ള വേർഡ് എന്നാണ് യോഗ.
യുജ് എന്നുള്ളതിന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് യോഗ എന്നുള്ളത്. യോഗ എന്നിട്ട് നമ്മൾ യോഗം കൂടാതെ ഒന്നിച്ച് ചേരാം, യൂണിയൻ. ശരിക്കും അതിൻ്റെ വേർഡ് മീനിങ് യൂണിയൻ എന്നേ ഉള്ളൂ. അത് ശരിക്കും പറയണത് എന്താ വെച്ചാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവുള്ള യൂണിയൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മളെ ശരീരവും മനസ്സും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയാം. ശരിക്കും അതിൻ്റെ ആ മോക്ഷത്തിലേക്കുള്ള മാർഗം ഉള്ള തരത്തിലാണ് അതിൻ്റെ ഹയസ്റ്റ് ലെവലിലെത്തുമ്പോൾ നമ്മൾ പറയുന്നത് സമാധി സ്ഥിതി എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന യോഗ അതൊന്നല്ല. നമ്മൾ ഹെൽത്ത്, അതാണ് നമ്മളെ മെയിൻ ഇത്. ഇന്നത്തെ യോഗ പ്രാക്ടീസേഴ്സിൻ്റെ കാര്യമായിട്ടുള്ള ഉദ്ദേശം യോഗ സ്കൂൾസിലെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉദ്ദേശം ഹെൽത്ത് മാത്രമല്ല. ഈ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, അതിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ, ഇങ്ങനെ 4 ആസ്പെക്ട്സ് കവർ ചെയ്യാൻ പറ്റണം. ഈ 4 ആസ്പെക്ട്സ് ഇപ്പോൾ നമ്മൾ അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല ആരോഗ്യത്തിൻ്റെ ഒരു മാനദണ്ഡം. അത് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ആരോഗ്യം, ഇത് 4 ഒരു വ്യക്തിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിക്കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യവാനായിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മളിതിലിപ്പോൾ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ വിചാരിക്കും നമ്മൾ ആധ്യാത്മികത്തിന് എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന്. ഇന്നിപ്പോൾ നമ്മളെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഈ ആധ്യാത്മികത നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഈ ആധ്യാത്മികതയുടെ ഒരു അന്തർധാര നമ്മൾ ഈ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദറ്റ് ഗോസ്, അത് നമ്മളെ സമൂഹത്തിന് തന്നെ വലിയൊരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അത് പക്ഷേ മിക്കവാറും യോഗ ക്ലാസ്സസിന് അതിന് വലിയൊരു ഊന്നൽ കൊടുക്കലില്ല. പക്ഷെ നമ്മളെ ക്ലാസ്സസിലെല്ലാം നമ്മൾ ഈ 4 ആസ്പെക്റ്റും കവർ ചെയ്യാൻ നോക്കലുണ്ട്, ശ്രമിക്കലുണ്ട്. ഇന്ന് യോഗ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ടെക്നിക്ക് മാത്രമായിട്ട് മാറി വരുന്നുണ്ടോ? ശരിക്കും യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസേ അല്ല. കാരണം എക്സസൈസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് മസിൽ ബിൽഡിങ്, ബോഡി ബിൽഡിങ്, അതാണ് എക്സസൈസ് കൊണ്ട്, കായികമായിട്ടുള്ള എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യോഗ നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ബോഡി ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ യോഗ ആസനങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂര്യനമസ്കാരം ദിവസേന ഒരു 20, 30, 40 എണ്ണം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ബിൽഡിങ്ങിന് അതന്നെ ധാരാളമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ വേറെ ഒരു എക്സസൈസായിട്ട് അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമ്മളൊരു സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസിനെക്കാട്ടും യോഗ ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് നമ്മളെ മാംസപേശിയിൽ വരുന്ന ഒരു മാറ്റം, അത് ഊന്നി പറയണത് സംഭവം വെച്ചാൽ ബാക്കി എല്ലാ എക്സസൈസിലും നമ്മൾ ഫിസിക്കൽ ചെയ്യുന്ന എക്സസൈസിൽ മുഴുവൻ മസിൽ ബിൽഡിങ്ങാണ്. മസിൽ ബിൽഡിങ് എങ്ങനെയാണ് നടക്കുന്നത്? മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, ഈ പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെയ്റ്റ് ലിഫ്റ്റിംഗ്, അപ്പോൾ നമ്മൾ 10 കിലോ എടുത്തു, അടുത്ത ദിവസം 11 എടുത്തു, അങ്ങനെ ഗ്രാജുവലി 12, 13, 20, 25 അങ്ങനെ നമ്മൾ വെയിറ്റ് കൂട്ടിക്കൊണ്ടുപോകും. ഇത് എന്തിനാണ് വരുന്നത്? നമ്മുടെ എക്സ്ട്രാ ലോഡ് നമ്മളെ മസിൽസിന് കൊടുക്കുന്ന സമയത്ത് ആ മസിൽസ് അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് മസിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് മസിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ പ്രായമാവുന്ന സമയത്ത് കാര്യമായിട്ട് നമ്മളെ മാംസപേശിയിൽ 2 മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് സാർക്കോപ്പീനിയ എന്ന് പറയും, അതായത് മസിലിൻ്റെ ബൾക്ക് കുറയുക. അത് പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 1% നമ്മളെ മസിൽ ബൾക്ക് കുറയും. അതുകൊണ്ടാണ് പ്രായമാവുന്നവർക്ക് മാംസപേശികളൊക്കെ വളരെ ശുഷ്കിച്ച് കാണാനുള്ള കാരണം. ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് പറയണത് നമ്മളെ ഓരോ കൊല്ലം കൂടുന്തോറും പ്രായം മുന്നോട്ട് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ ഈ മാംസപേശികളുടെ നീളം കുറുകാൻ തുടങ്ങും, ഷോർട്ടനിങ് ഓഫ് മസിൽസ്. ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസിൻ്റെ ഒക്കെ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറയാൻ പുറപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പ്രായമാവുന്ന സമയം നടത്തത്തിൻ്റെ സ്പീഡ് കുറയുന്നു. ഇപ്പോൾ 4 വയസ്സുള്ളൊരു കുട്ടീനോട് പത്മാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കുട്ടിയിരിക്കും. നേരെ മറിച്ച് 20, 30, 40, 50 വയസ്സ് കഴിയുമ്പോഴേക്കും പിന്നെ തീരെ അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റാണ്ടാവും. ഇത് എന്തുകൊണ്ട് വെച്ചാൽ മാംസപേശികൾ കുറവുമ്പോൾ നമ്മളെ ജോയിൻസിൻ്റെ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറയുക. നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓരോ യോഗാസനയും, ഒരുപാട് യോഗാസനങ്ങളുണ്ട്, പലതരത്തിലുള്ള സിമ്പിൾ യോഗാസനാസ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആസനാസ് ഉണ്ട്, ഡിഫിക്കൽട്ട് ആസനാസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള. ദെൻ സിറ്റിംഗ് ആസനാസ് ഉണ്ട്, ലൈയിങ് ആസനാസ് ഉണ്ട്, സ്റ്റാൻഡിങ് ആസനാസ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിൽ കാറ്റഗറൈസ് ഉണ്ട്. ഏത് ആസനമാണെങ്കിലും ഏത് ഫിസിക്കൽ ആസനങ്ങൾ, യോഗ ആസനങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ പോസ്ചേഴ്സാണ്. ഏത് പോസ്ചറും ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തിനാ വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആർ പുട്ട് ടു ഓപ്റ്റിമം സ്ട്രെച്ചിങ് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഏജ് ആവുന്ന സമയത്ത് മസിൽ ശുഷ്കിച്ച് പോകുന്നു, നീളം കുറയുന്നു എന്ന്. ആ ഷോർട്ടനിങ് ഓഫ് മസിൽസിനെ കൗൺട്രാക്ട് ചെയ്യലാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇനി 100 വയസ്സോ 120 വയസ്സായിട്ടുണ്ടെങ്കിൽ ശരി, അയാളുടെ ഫിസിക്കൽ
ആ മസിൽസിൻ്റെ ജോയിൻസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ 40 വയസ്സുകാരൻ്റെ അതേ ഇത് 120 വയസ്സിൽ ഉണ്ടാവുന്നല്ല, കുറയും. അത് സ്വാഭാവികമായിട്ടും ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് അനിവാര്യമാണ്, അത് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സാധാരണഗതിയിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രായമാവുന്ന ഒരു കുറേ മാറ്റങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഗതി നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ പ്രായമാവുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും, അതുതന്നെയാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ശാരീരിക ക്ഷമത നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അവസ്ഥേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അത് രണ്ടും മ്യൂച്വലി ഇൻ്റർ ഡിപ്പെൻഡൻ്റാണ്. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. ഒന്നിലൊരു കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേതിലും കുറവ് വരും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഇഫ് യു ക്യാൻ കീപ്പ് യുവർ സെൽഫ് ഹെൽത്തി, ദെൻ യു വിൽ ഹാവ് എ ബെറ്റർ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഓൾസോ. അതാണ് അതിൻ്റെ സംഗതി. ഈ യോഗ എന്ന് പറയുമ്പോൾ ഇന്ന് പലരും അതിനൊരു സ്പിരിച്വൽ ആസ്പെക്ട്സിലാണ് കാണുന്നത്, സാർ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ മന്ത്രങ്ങൾ, പലപ്പോഴും യോഗയിലേക്ക് മന്ത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ യോഗയും മന്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇപ്പോൾ മന്ത്രയോഗ എന്ന് പറയുന്ന യോഗ ട്രഡീഷനൊക്കെ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? യോഗശാസ്ത്രത്തിലെ പ്രത്യേകിച്ച് ചില പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളപ്പോൾ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ സൂര്യനമസ്കാരത്തിൽ 5 പിന്നെ ഒരു 2 എക്സ്ട്രാ പോസ്റ്ററും പിന്നെ ആദ്യം ചെയ്ത 5 റിവേഴ്സ് ഓർഡറിൽ ചെയ്യാണ്. അപ്പോൾ 5 2 7 5 12 പോസ്റ്റർ. ഈ 12 പോസ്റ്ററും വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഓരോ പോസ്റ്ററും ചെയ്യുന്നതാണ് ക്ലാസിക്കൽ സൂര്യനമസ്കാര പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ മന്ത്രങ്ങളുടെ പ്രസക്തി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനാത് ത്രായതി ഇതി മന്ത്ര. മനനം ചെയ്യുക, നമ്മളെ ചൊല്ലുക, മനസ്സിരുത്തി ചൊല്ലുന്ന സമയത്ത് നമ്മളത് രക്ഷിക്കപ്പെടും. നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് മന്ത്രത്തിനെ വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ വേദകാലം തൊട്ടിട്ട് തന്നെ മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഋഗ്വേദ മന്ത്രങ്ങൾ തൊട്ടിട്ട് തുടങ്ങുകയാണ്. ഋഗ്വേദത്തിൽ ആദ്യത്തെ വരി തന്നെ അപാരമായിട്ടുള്ളൊരു മന്ത്രമാണ്. മാത്രമല്ല ആ കാലത്ത് തന്നെ തൊട്ട് വന്നതാണ് ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം, അങ്ങനെയുള്ള 3 4 വരിയുള്ള മന്ത്രങ്ങളുണ്ട്. പിന്നെ ഒറ്റ വരിയുള്ള മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം മന്ത്രങ്ങൾ തന്നെ. ഇനി കുറച്ചും കൂടി നമ്മൾ ഡെപ്തിൽ മന്ത്രത്തിനെ പറ്റി പോകുകയാണെന്ന് വെച്ചാൽ, സംസ്കൃത ഭാഷയിലെ ഓരോ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ്. കാരണം എല്ലാ മന്ത്രങ്ങളും, ഭാരതീയമായിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. ഈ സംസ്കൃത ഭാഷയിൽ നമ്മൾ ഈ 51 അക്ഷരങ്ങൾ സംസ്കൃതത്തിൽ, അതിൽ ഈ 51 അക്ഷരങ്ങൾ ശരീരത്തിൻ്റെ ഓരോ സ്ഥലത്തും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ആ ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മന്ത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്.